അറ്റാക്ക് അത് നേരിടുന്നത് ഞാനും ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു ജാസ്മിൻ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ കേരളം കാണുന്ന ഏറ്റവും വലിയ പോരാളിയും. നദ്ര, ഹായ്. എന്തുണ്ട് വിശേഷം? ബിഗ് ബോസിന്റെ ഫൈനലൊക്കെ കണ്ടസ്റ്റന്റ് ആയിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമല്ല, ഇനി 6 മണിക്കൂർ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇന്നലെ പോയിരുന്നോ ബിഗ് ബോസ്? കണ്ടിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? പെർഫോമൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ചെയ്തു, നന്നായിരുന്നു. ഭയങ്കര വെയിറ്റിംഗ്. കാരണം ഇത്തവണത്തെ ബിഗ് ബോസിന് നമുക്കിങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ ആരാന്നുള്ളത്. അങ്ങനെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ നിൽക്കുക. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ബിഗ് ബോസിലേക്ക് അതെ. എക്സ്പീരിയൻസ് 1 ഇയറിന് ശേഷം 1 വർഷം 3 മാസം എടുക്കും കഴിഞ്ഞു. ഒന്നും കൂടി ലാൽ സാറിനെ കാണാൻ പറ്റി, കുറൂനെ കാണാൻ പറ്റി, പിന്നെ ഈ പറഞ്ഞ എക്സ് കണ്ടസ്റ്റൻസിനെ കാണാൻ പറ്റി. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് ഒക്കെ? ഒരുപാട് വിവാദങ്ങൾ നിറഞ്ഞ ബിഗ് ബോസ് ആയിരുന്നു. പക്ഷെ അതിപ്പോ ഇനി ബിഗ് ബോസ് എന്നല്ല, ഇനി ഫ്യൂച്ചറിൽ ഏത് ബിഗ് ബോസ് ഉണ്ടാകുമ്പോഴും ഇതുപോലത്തെ വിവാദങ്ങളൊക്കെ നിൽക്കും. അത് അത്രയും ആൾക്കാർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. കുറച്ചും കൂടി ആൾക്കാർ അവരുടെ ലൈഫിൽ ഇപ്പം സിനിമ ഉണ്ടാക്കുന്ന സ്വാധീനം പോലെ തന്നെ, അല്ലെങ്കിൽ സീരിയൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കാളൊക്കെ ഏറെ ബിഗ് ബോസ് പലരുടെ ലൈഫിൽ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഈ വിവാദങ്ങൾക്ക് പ്രധാന കാര്യം. അത് എല്ലാ സീസൺ ആകുമ്പോഴത്തേക്കും ഉണ്ടാകും. അത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടായിരിക്കും ഇനി വരുന്ന കണ്ടസ്റ്റൻസ് വരുന്നത് പോലും. എന്തായാലും അങ്ങനെ തന്നെ ആയിരിക്കും. എങ്കിൽ പോലും ഈ ബിഗ് ബോസ് കണ്ടിട്ട് എന്ത് തോന്നി? ഒരു എനിക്ക് ഭയങ്കര ഇത് എക്സ്പെക്റ്റഡ് ആണ്. അതിപ്പോ ഈ വർഷം ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം മറ്റൊരു രീതിയിലായിരിക്കാം. ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടി സ്പേസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ബിഗ് ബോസിൽ. കാരണം ഇന്നിപ്പോ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ വരുന്നതൊക്കെ തന്നെ ബിഗ് ബോസിന്റെ കാര്യങ്ങളാണ്. അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അതിപ്പം ഇതിനേക്കാൾ കൂടുതലേ ഉള്ളൂ. അല്ല, ഈ പ്രാവശ്യം അഖിൽമാരാറിന്റെ നാദിറയുടെ ബിഗ് ബോസിന്റെ സമയത്തായാലും എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഇതായിരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൈൽഡ് കാർഡ് എൻട്രികൾ കയറി ഒന്ന് മാറ്റി പിടിക്കാൻ തന്നെയായിരുന്നു അതിന്റെ ടാഗ്ലൈൻ തന്നെ. അപ്പോ എന്തൊക്കെ തരം വ്യത്യസ്തമായിട്ടാണ് തോന്നിയത് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ്? ഇത്തവണ എനിക്ക് തോന്നുന്നു തുടക്കം തൊട്ട് അവസാനം വരെയൊക്കെ തന്നെ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കാരണം ആൾക്കാർ കണ്ടെത്തുന്നുണ്ടെന്നുള്ളതാണ്. അകത്തിരിക്കുന്നവരത് അറിയുന്നില്ലല്ലോ ഓഫ് കോഴ്സ്. അപ്പൊ അവര് പുറത്തേക്ക് ഇറങ്ങുന്നത് കാണും. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെയും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പുറത്ത് എന്തായിരിക്കും എന്നൊക്കെ ഉള്ളത് കുറച്ചൊക്കെ. പക്ഷെ ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസ് അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ല. ഇപ്പൊ റീ എൻട്രി ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ആൾക്കാർ ഇപ്പം അറിഞ്ഞിട്ടുണ്ടാവണം തനിക്ക് പുറത്ത് ഇത്രയും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ഞങ്ങളെ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഇത്രയും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ആൾക്കാർ അത്രയും സോഷ്യൽ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നില്ല. ഇപ്പം കുറച്ചും കൂടി ഉണ്ട്. ഇപ്രാവശ്യത്തെ കണ്ടസ്റ്റന്റ് ഒക്കെ അപേക്ഷിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ്, ഗെയിമും കാര്യങ്ങളൊക്കെ? ഭയങ്കര നല്ലതെന്നല്ല, മീൻസ് കണ്ടസ്റ്റൻസിൽ പോരായ്മകളുണ്ട്. അത് എല്ലാ സീസണിലും ഉണ്ടല്ലോ. അപ്പം അത് പറയാൻ മാത്രം യോഗ്യതയുള്ള ഒരാളും അല്ല ഞാൻ. അപ്പം പക്ഷെ എന്താ പറയുക, കുറച്ചും കൂടി ആൾക്കാർക്ക് സ്പേസ് ഉണ്ടായിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത കുറേ പേരുണ്ടായിരുന്നു ഇത്തവണ. ഈവൻ വൈൽഡ് കാർഡുകൾ പോലും ഞാനൊക്കെ എന്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എപ്പോഴും പറയും വൈൽഡ് കാർഡൊക്കെ ആണെങ്കിൽ ഇത്തവണ സീസൺ വിന്നർന്നോ. ഒരിക്കലില്ല. നമ്മൾ വൈൽഡ് കാർഡിൽ ഒരാൾ മാത്രമാണ് ഫൈനൽ 5 പോലും എത്തിയിട്ടുള്ളത്. അതെന്തായാലും ഒരു സങ്കടം. എങ്കിൽ പോലും ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കിൽ നേരിട്ട് ഒരുപാട് വ്യക്തികൾ അതിനകത്ത് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് മുമ്പോട്ട് പോകുമ്പോൾ അവരുടെയൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഒരു ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും? അല്ല, അവരത് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് തന്നെയല്ല. അതിപ്പോ നമ്മള് സൊസൈറ്റി അംഗീകരിക്കുന്ന രീതിയിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. പിന്നെ ബിഗ് ബോസ് വരെ അറിയാലോ, എല്ലാവർക്കും അറിയാം നമുക്ക് ഒരിക്കലും അഭിനയിച്ച് നിൽക്കാൻ പറ്റുന്ന സ്പേസ് ഒന്നുമല്ല. അവര് റിയൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം അത് എനിക്ക് തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന വീട്ടുകാരും ഫാമിലിയൊക്കെ തന്നെ. അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ പബ്ലിക്കിന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എല്ലാവരും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റത്തില്ല. ഞാനൊക്കെ ഓഫ്കോഴ്സ് തന്നെ അറിയാലോ, ഇപ്പം കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ഒരു അവസ്ഥയൊന്നും അല്ല ഇപ്പം കേരളത്തിൽ. പക്ഷെ അത് മുമ്പ് തൃപ്തിപ്പെടുത്താൻ നിന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കില്ല. നമ്മളതിനെ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന ആൾക്കാരാണ്. ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ചിരിക്കാം. അപ്പോൾ പണ്ട് ഞാൻ അങ്ങനെ ഇതേപ്പറ്റി ആൾക്കാർ കളിയാക്കിയതൊക്കെ ഉള്ളത് അത് മാറും എന്നുള്ളതാണ്. ഇത്തവണ ബിഗ് ബോസ് ടോപ്പ് 5 വന്നിരിക്കുന്ന കണ്ടസ്റ്റന്റ് ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന കണ്ടസ്റ്റന്റ് പേഴ്സണലി ഞാൻ നോക്കുകയാണെങ്കിൽ ജാസ്മിൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, ജിൻഡോ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അല്ല, പുറത്ത് ഇത്രയും ഭയങ്കര അറ്റാക്ക് നേരിട്ടൊരു വ്യക്തിയാണ് ജാസ്മിൻ. അപ്പൊ കഴിഞ്ഞ ആഴ്ച പിന്നെ ദിയാസിനോട് ചോദിച്ചപ്പോൾ അവളൊരു പെണ്ണായതുകൊണ്ടാണ് അത്ര അറ്റാക്ക് നേരിടുന്നത്. ഞാനും ചിന്തിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു ജാസ്മിൻ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ കേരളം കാണുന്ന ഏറ്റവും വലിയ പോരാളിയും. കാരണം അത്രയും ആൾക്കാർ ഒറ്റപ്പെടുത്തിയ വീട്ടിൽ നിന്ന് ലാൽ സാറൊക്കെ പലപ്പോഴും നമ്മളൊരു വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കും. കാരണം നമുക്ക് പുറത്ത് ദേഷ്യപ്പെടുമ്പോഴത്തേക്കൊരു സാർ എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമുക്ക് പേടിയാണ്. പക്ഷെ അത്രയും കണ്ടിട്ടും കേട്ടിട്ടും ആ കുട്ടി അവിടെ പിടിച്ചു നിന്നു. ഒരു വട്ടം പോലും പോകണം ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതൊരു ഭയങ്കര പ്രഷർ ചെയ്ത് നിന്നിട്ടൊന്നുമില്ല. അപ്പൊ ആ പുള്ളിക്കാർ ആ ഒരു ഒഴുക്കി തന്നെ അങ്ങ് ജീവിച്ചു. പക്ഷെ ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ ഓഫ്കോഴ്സ് അത് ഈ സീസൺ അല്ല, കേരളം കാണുന്ന ഏറ്റവും പവർഫുൾ
ആളായിട്ട് അതെ. ചിലപ്പോൾ വിന്നറായിട്ടായിരിക്കും ജാസ്മിൻ ഈ പുറത്തേക്ക് വരുന്നത്. ജാസ്മിന്റെ ഈ കാലഘട്ടത്തിൽ കണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി ആയിട്ടുള്ള ഒരു പ്രണയമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഒരു സ്ത്രീ ഒരു ആണിന്റെ കൂടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അത് എല്ലാ സീസണിലും ഉണ്ടായത് തന്നെയാണ്. ഇപ്പൊ പേളിമാണി ശ്രീനിഷ് പ്രണയം ആയിക്കോട്ടെ, പല പ്രണയങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ ജാസ്മിന്റെ ഗബ്രിയുടെയും പ്രണയം വേറൊരു രീതിയിൽ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പ്രേക്ഷകർ അവരെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എന്താണ് അതിനോട് തോന്നുന്നത്? എനിക്ക് പേഴ്സണലി ആദ്യം ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല, പ്രത്യേകിച്ച് നമ്മൾ വന്ന് ഫസ്റ്റ് വീക്ക് തന്നെ ഒരു ഇതുണ്ടായ സമയത്ത്. പിന്നെ ഓരോ സ്വഭാവമല്ലേ എല്ലാവരും, നമ്മളിപ്പോൾ അതൊക്കെ അങ്ങനെ ആകണം നിർബന്ധിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരത് നേരിടാൻ തയ്യാറായിട്ടാണ് അവർ നിന്നത്. പിന്നെ അത് മറ്റൊന്നും പറയാനില്ല എന്നുള്ളതല്ലേ. പിന്നെ പ്രണയമൊന്നും അവർ പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് അറിയില്ല, കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നല്ലൊരു കാരണം ഓൾറെഡി ജാസ്മിൻ കമ്മിറ്റഡ് ആണ്. പിന്നെ ആ അതൊരു കംഫർട്ട് സോൺ ആണ്. അതിപ്പോ എനിക്കും ഭയങ്കരമായിട്ട് കംഫർട്ട് ആവുന്ന വോയിസ് ആയിരിക്കും കുറച്ചും കൂടി. അപ്പം ചില സ്ത്രീകൾക്കും അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ആയിരിക്കാം. ജാസ്മിൻ കപ്പെടുക്കുന്ന തന്നെയാണ് നാദിറയുടെ കപ്പെടുക്കുന്നല്ല, നല്ലൊരു ഗെയിമർ എന്നുള്ള രീതിയിൽ. കപ്പെടുക്കുന്ന നമ്മൾ ഇത് വോട്ടിംഗ് ഒക്കെ ഉള്ളതല്ല. പിന്നെ അറിയാലോ, ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ PR-ന്റെ ഒരു വലിയ ചർച്ചയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. PR-ന്റെ ബേസിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആര് വിന്നർ ആവണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്? വിന്നർ ആകണം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു, ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ ആയിക്കോട്ടെ എന്നുള്ളതാണ്. പക്ഷെ വിന്നർ അതൊന്നും ആയില്ലെങ്കിലോ? ഈ ജിൻഡോയുടെ ഫാൻസ് വലിയൊരു രീതിയിൽ ഇപ്പോ ഭയങ്കര സോഷ്യൽ മീഡിയ അടക്കി വരികയാണ്. അപ്പൊ ജിൻഡോയുടെ ഗെയിമൊക്കെ കാണാറുണ്ടോ? ജിൻഡോ ഗെയിമൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് പുള്ളിന്നൊരു ഇന്നസെന്റ് മനുഷ്യൻ, അത്രേ ഉള്ളൂ. ഗെയിമായിട്ട് ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ്. അർജുന്റെ കാര്യം പറയുകയാണെങ്കിൽ അർജുൻ നന്നായി ടാസ്ക് ഒക്കെ ചെയ്യും, അല്ലാതെ അതിനപ്പുറത്തേക്ക് അർജുൻ സംസാരിക്കുന്നത് കാണുന്നില്ല. അഭിഷേക് ഞാൻ വന്ന ആഴ്ചയൊക്കെ ഞങ്ങൾ ഇച്ചിരി കണ്ടന്റ് കൊടുത്താൽ അതൊക്കെ ഒന്നും ചെയ്തിട്ടുമില്ല. പിന്നെ ഋഷി കുഴപ്പമില്ല, പുള്ളി എങ്ങനെയാണെന്നുള്ളതാണ്. എല്ലാവർക്കും ഓരോ പോരായ്മകളും പ്ലസ്സും ഉണ്ട്. ഇപ്പൊ ഞാനിപ്പം പറയുന്നത് എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊരു വിന്നർ എന്നുള്ളതല്ല. ജനങ്ങൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ജിൻഡോ ഒരു ഇന്നസെന്റ് ആണ്. അതാണ് ജിൻഡോ കിട്ടുന്ന ഏറ്റവും വലിയ പവർ ഉള്ള സാധനം. അത് നല്ലതാ, കാരണം എന്നെ ആൾക്കാർ ആ സമയത്ത് തുടക്ക സമയത്ത് പറഞ്ഞാൽ അത് ഭയങ്കര പ്യുവർ ആണ്, അത് ഭയങ്കര റിയൽ ആയിട്ട് നിന്നു. അതാണ് നമുക്ക് എല്ലാം കാര്യം ചെയ്ത് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഓരോ കാര്യം മതിയോ? താങ്ക് യു. ഞാൻ ഭയങ്കര ടയേർഡാ. ഞാൻ പെട്ടെന്ന്